أجمعين أما بعد. പ്രിയ ശ്രോതാക്കളെ, കേരളക്കരയുടെ ആത്മീയാചാര്യനും ചരിത്രത്തിന്റെ സൂക്ഷിപ്പ് പട്ടിയിൽ ഓർമ്മയുടെ ഈ വാക്കുകൾ എന്നുമുണ്ടാവട്ടെ. ഒരു ജനത അതിന്റെ ഏറ്റവും സത്യസന്ധവും വിശുദ്ധവുമായ ആയങ്ങളിൽ നിന്ന് പൊറുക്കിയെടുത്ത വാക്കുകളും ആലോചനകളും സാക്ഷ്യപ്പെടുത്തലുമാണിവിടെ. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അണയാത്ത വിളക്കുമാടും. സോദരരെ കേൾക്കുവിൻ, മാഞ്ഞിടാത്തൊരു പേര്, പാണക്കാട്ട് പൂമല ശിഹാബ് തങ്ങളം നേര്. സോദരരെ കേൾക്കുവിൻ, മാഞ്ഞിടാത്തൊരു പേര്, പാണക്കാട്ട് പൂമല ശിഹാബ് തങ്ങളം നേര്. കൈരളി തൻ മാനസം പിടിച്ചെടുത്തൊരു പൂവേ, ആദരരാം സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ. കൈരളി തൻ മാനസം പിടിച്ചെടുത്തൊരു പൂവേ, ആദരരാം സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ. സോദരരെ കേൾക്കുവിൻ, മാഞ്ഞിടാത്തൊരു പേര്, പാണക്കാട്ട് പൂമല ശിഹാബ് തങ്ങളം നേര്. സോദരരെ കേൾക്കുവിൻ, മാഞ്ഞിടാത്തൊരു പേര്, പാണക്കാട്ട് പൂമല ശിഹാബ് തങ്ങളം നേര്. നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയും കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയും രോഗികൾക്ക് ആശുപത്രിയും നഷ്ടപരിഹാരങ്ങൾക്ക് സുപ്രീം കോർട്ടുമായി കേരള സമൂഹത്തിന്റെ തടലായി ആത്മീയ സാമൂഹിക പ്രതിബദ്ധകൾ ജനഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കിയ ആ മഹാൻ അധികാരത്തിന്റെ ഊടുവൈകൾ തന്നിലണഞ്ഞപ്പോയും അതിലേക്കൊരു നോട്ടം പോലും നോക്കിയില്ല. അതിലേക്കൊരു നോട്ടം പോലും നോക്കാതെ ജനഹൃദയങ്ങളിലൂടെ പറന്നകന്ന പക്ഷി, അതെ, ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കേരളക്കരയിലെ മഹത്തമാം സേവനം നൽകിയ നേതാവാം. കേരളക്കരയിലെ കാരണവന്മാരുടെ ഒരു നല്ല നേതാവാം ശിഹാബ് തങ്ങൾ ഓർക്കുന്നൊരു പൂങ്കാവാം. കേരളക്കരയിലെ മഹത്തമാം സേവനം നൽകിയ നേതാവാം. കേരളക്കരയിലെ കാരണവന്മാരുടെ ഒരു നല്ല നേതാവാം ഓർക്കുന്നൊരു പൂങ്കാവാം. പള്ളി മകളിന്റെ കാര്യങ്ങളിലൊന്നാകെ ചുക്കാൻ പിടിച്ചുള്ള അനുശേര്യ നേതാവ്. പള്ളി മകളിന്റെ കാര്യങ്ങളിലൊന്നാകെ ചുക്കാൻ പിടിച്ചുള്ള അനുശേര്യ നേതാവ്. പാണക്കാട്ടെ മകൻ പൂമുത്ത് തങ്ങൾ തൻ ചരിതം തുടങ്ങുന്നല്ലോ, ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നല്ലോ. പള്ളി മകളിന്റെ കാര്യങ്ങളിലൊന്നാകെ ചുക്കാൻ പിടിച്ചുള്ള അനുശേര്യ നേതാവ്. പള്ളി മകളിന്റെ കാര്യങ്ങളിലൊന്നാകെ ചുക്കാൻ പിടിച്ചുള്ള അനുശേര്യ നേതാവ്. പാണക്കാട്ടെ മകൻ പൂമുത്ത് തങ്ങൾ തൻ ചരിതം തുടങ്ങുന്നല്ലോ, ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നല്ലോ. അതിരുകളില്ലാത്ത സ്നേഹ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയായി വിരാജിച്ച മത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ജലിക്കുന്ന തീക്കോളമായി സൂഫിസത്തിന്റെ മേഘപ്പടവുകൾ കയറി ജനമനസ്സുകളിലേക്ക് പൂക്കോയ തങ്ങൾ പെയ്തിറങ്ങി. ആത്മശാന്തി തേടിയുള്ള അലച്ചിലുകളുടെ അവസാന തപയമായിരുന്നു തങ്ങളെന്ന് ആ ചൈതന്യം തൊട്ടറിഞ്ഞവർ സാക്ഷ്യപ്പെടുത്തി. ജാതിമത വേർതിരിവുകളില്ലാതെ ആ മഹാമനീഷിയുടെ മുമ്പിലേക്ക് ജനം തീർത്ഥാടകരെ പോലെ ഒഴുകി. കാലത്തിന്റെ കൽപ്പടവുകളിൽ നിന്ന് നമ്മളിപ്പോൾ ആ വെളിച്ചത്തെ ഹൃദ്യസ്ഥമാക്കുന്നു. അഭയത്തിന്റെ, ആശ്രയത്തിന്റെ, സൗന്ദര്യത്തിന്റെയും നിർരൂപനായ PMS പൂക്കോയ തങ്ങളുടെയും ആയിഷ ബീബിയുടെയും പൗത്രനായി 1936 മെയ് 4 അന്ന് പുലരിയോടടുത്ത്
അന്നാണ് നമ്മുടെ കഥാപാത്രം ജനിച്ച് വീഴുന്നത്. ആറ്റൽ റസൂലിന്റെ മകൾ ഫാത്തിമ, ആരംഭ മകനായ മലർ ഹുസൈന, ആടങ്കൽ ഹുസൈനാരെ 40 മലര് പൂക്കോയ തങ്ങള് തന്നോട് പ്രിയപുത്രനെ. ആറ്റൽ റസൂലിന്റെ മകൾ ഫാത്തിമ, ആരംഭ മകനായ മലർ ഹുസൈന, ആടങ്കൽ ഹുസൈനാരെ 40 മലര് പൂക്കോയ തങ്ങള് തന്നോട് പ്രിയപുത്രനെ. പൂക്കോയ തങ്ങൾക്കും ആയിഷ ബീവിക്കും ആരംഭക്കനിയായി ജനിച്ചോരെ. ആദ്യമിലൊരു നൂറിന്റെ കുടുംബത്തിൽ അണിയായി ചേർന്നോരെ. പൂക്കോയ തങ്ങൾക്കും ആയിഷ ബീവിക്കും ആരംഭക്കനിയായി ചേർന്നോരെ. ആദ്യമിലൊരു നൂറിന്റെ കുടുംബത്തിൽ അണിയായി ചേർന്നോരെ. മുത്താണ് സത്താണ് കൽവിന്റെ കുളിരാണ് സ്വാന്തനത്തിൽ പൊൻപ്രിയരെ. ആറ്റൽ റസൂലിന്റെ മകൾ ഫാത്തിമ, ആരംഭ മകനായ മലർ ഹുസൈന, ആടങ്കൽ ഹുസൈനാരെ 40 മലരെ പൂക്കോയ തങ്ങള് തന്നോട് പ്രിയപുത്രനെ. 6-ാം നൂറ്റാണ്ടിൽ ഒട്ടകത്തിന്റെ മൂക്ക് കയറ് മാത്രം പിടിക്കാനറിയുന്ന സമൂഹ മധ്യത്തിൽ നവോത്ഥാനത്തിന്റെ ചാലശക്തിയായി മാറിയ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രിയായ ഫാത്തിമ ബീവിയുടെയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4-ാം ഖലീഫയും കിസ്റ കൈസറിന്റെ കോട്ടക്കൊത്തളകളെ കിടിലം കൊള്ളിച്ച ഇസ്ലാമിക ചാരിതാർത്ഥത്തിന്റെ പിൻപരപ്പിലെ വീരശൂര പരാക്രമി ന്റെ കുടുംബ പരമ്പരയിലെ 40-ാമത്തെ കണ്ണിയായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചരിത്രത്തിന്റെ താളുകൾ മറയുകയായി. ഉന്നത പദവി വേണ്ട, ഉന്നത സ്ഥാനം വേണ്ട, അറിവിന്റെ നെറുകയിലെത്താൻ ആശിച്ചൊരു പൂവ്. അലങ്കാര പേരുകൾ വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, വിജ്ഞാന നെറുകയിലേക്ക് ചാഞ്ഞിരുന്നോരേ. ഉന്നത പദവി വേണ്ട, ഉന്നത സ്ഥാനം വേണ്ട, അറിവിന്റെ നെറുകയിലെത്താൻ ആശിച്ചൊരു പൂവ്. അലങ്കാര പേരുകൾ വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, വിജ്ഞാന നെറുകയിലേക്ക് ചാഞ്ഞിരുന്നോര്. തന്റെ ജീവിത സാഹചര്യങ്ങളോട് സമരസപ്പെട്ടും സമകാലിക സത്യങ്ങളോട് നിരന്തരം പ്രതികരിച്ചും ജീവിതം അർത്ഥപൂർണമാക്കിയ പണ്ഡിത പ്രതിഭയായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ വിജ്ഞാന യാത്രയിലൂടെ 1953-58 കാലയളവിൽ തലക്കെടുത്തൂർ കാനഞ്ചേരി ദർശ പഠനത്തോടെ ആ വിജ്ഞാന തേജസ്സിന്റെ വൈജ്ഞാനിക പ്രയാണത്തിന്റെ തുടക്കമായിരുന്നു. വൈജ്ഞാനിക പ്രയാണത്തിന്റെ തുടക്കത്തിൽ പിന്നീട് ആ വിജ്ഞാന കൊടുമുടികൾ കീഴടക്കാനുള്ള ആഗ്രഹത്തിനിടയിൽ ആ നക്ഷത്ര വിളക്കിന് തന്റെ മനസ്സിലൊരു ആഗ്രഹം പൂത്തുലഞ്ഞു. അറിവിന്ദാഹം തീർക്കാൻ വേണ്ടി തനിക്കും പോകണം അവിടമിൽ, വിജ്ഞാനദാഹം തീർത്ത് തിരികെ വരണമെന്ന സമ്മതം. അറിവിന്ദാഹം തീർക്കാൻ വേണ്ടി തനിക്കും പോകണം അവിടമിൽ, വിജ്ഞാനദാഹം തീർത്ത് തിരികെ വരണമെന്ന സമ്മതം. അൽഅസ്ഹറിലായി പോകണം, വിജ്ഞാന ദീപം തെളിയിക്കണം. അൽഅസ്ഹറിലായി പോകണം, വിജ്ഞാന ദീപം തെളിയിക്കണം. യാ റബ്ബനാ അദൂ യാ റഹ്മാൻ
سبحان سر قلبي في طالب العلم أنت نصر في كل حال أنت نصر في كل حال أين أنت يا حبيبي أنت يا مولا അറിവിന്ദാഹം തീർക്കാൻ വേണ്ടി തനിക്കും പോകണം അവിടമിൽ വിജ്ഞാനദാഹം തീർത്ത് തിരികെ വരണമെന്ന സമ്മതം. ഈജിപ്തിന്റെ തലസ്ഥാനമായ ഖൈറോവിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിപ്രശസ്തവുമായ ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായ അൽഹസറിൽ ചെന്ന് ആ വിജ്ഞാന തേജസ് വിജ്ഞാന കൊടുമുടികൾ കീഴടക്കി. വിജ്ഞാന പട്ടം നേടാനുള്ള ആഗ്രഹവുമായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ ഈജിപ്തിന്റെ മണ്ണിലേക്ക് യാത്രയായി. മനുഷ്യവംശത്തിന്റെ പൗരാണിക ചരിത്രത്തിലെ സുപ്രധാനമായ ഭാഗം അഭിനയിച്ച പ്രസിദ്ധമായ മിസ്രിന്റെ തലസ്ഥാനമായ ഖൈറോവിൽ അമ്പര ചുംബികളായ മിനാരങ്ങൾ ഉയർത്തിക്കൊണ്ട് അൽഅസർ ലോകത്തെ മാടി വിളിച്ചപ്പോൾ വിളിക്കേട്ട് ചെന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചത് അവിടെ ഒരുപാട് സുപ്രസിദ്ധരായ സുഹൃത്തുക്കളെയായിരുന്നു. അറിവിന്നലകൾ നീന്തി കടക്കാൻ അക്കരകെത്തിയ നേരത്തെ അധികം വിനയം സ്നേഹം ഗസലിൻ മിസലും ഒന്നായി കൂടിയ നേരത്തെ മഅ്മൂൻ അബ്ദുൽ ഖയ്യൂമും ഫതഹുല്ല ജമീലും ചാരത്തെ ചുണ്ടിൽ മോളും മാപ്പിള പാട്ടിൻ ഈണം കേട്ടൊരു നേരത്തെ അതിൽ ലയിച്ച് പോയി അവരും തങ്ങളെ ശൈലിയിലായിട്ട് ചുണ്ടിൽ മോളും മാപ്പിള പാട്ടിൻ ഈണം കേട്ടൊരു നേരത്തെ അതിൽ ലയിച്ച് പോയി അവരും തങ്ങളെ ശൈലിയിലായിട്ട് വിനയം സ്നേഹം ഗസലിൻ മിസലും ഒന്നായി കൂടിയ നേരത്തെ മഅ്മൂൻ അബ്ദുൽ ഖയ്യൂം ഫതഹുല്ല ജമീലും ചാരത്ത്. സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനമെന്ന ജി ശങ്കരക്കുറുപ്പിന്റെ വാക്കുകൾ അർത്ഥപൂർണമാക്കി. പിരമിഡുകളുടെ നാട്ടിൽ നിന്നും 8 വർഷത്തിന് ശേഷം പച്ചപിരിച്ചു നിൽക്കുന്ന ഗോഡ്സോൺ കൺട്രിയിലേക്ക് മുഹമ്മദ് അലി ശിഹാബ് രസിയാരംഗത്തെ 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 തങ്ങൾ ചാരത്തെ. ഖൈറോവിൽ നിന്ന് തിരിച്ചു വന്ന ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ഊരാ കുടുക്കുകളായിരുന്നു. മതമോ രാഷ്ട്രീയമോ എന്ന പിതാവിന്റെ ചോദ്യത്തിന് സമൂഹത്തിന് എന്ന് ഉത്തരം നൽകി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചു. ഇത് കേട്ട് കേരളീയ രാഷ്ട്രീയ നേതാക്കന്മാർ പന്തം കണ്ട പെരിച്ചായെ പോലെ നോക്കി നിന്നു. ശാന്തിയുടെ ദൂത്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്, കളങ്കപറ്റ ഹൃദയം, മന്ദസ്മിതം പോകുന്ന പൂമ്, ഇത്തരം പര്യായങ്ങളാണോ ഈ രാഷ്ട്രീയത്തിൽ മണ്ണിലേക്ക് ഇറങ്ങുന്നത് എന്ന് പലരും ചോദിച്ചു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ തങ്ങളെങ്ങനെ ഈ സമൂഹത്തിനെ നിയന്ത്രിക്കുമെന്ന് പലരും വാചകപ്പെട്ടു. പക്ഷേ തിങ്കളിൽ അലങ്കാരം ലങ്കും ലങ്കും പൊങ്കുമതങ്ങളെ ഒടിലങ്കും പൂമുഖം കണ്ടേ അന്ന് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഇത് മതിയോ എന്ന ആശങ്ക പൂത്തേ. തിങ്കളിൽ അലങ്കാരം ലങ്കും ലങ്കും പൊങ്കുമതങ്ങളെ ഒടിലങ്കും പൂമുഖം കണ്ടേ അന്ന് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഇത് മതിയോ എന്ന ആശങ്ക പൂണ്ടേ. കേരള രാഷ്ട്രീയത്തെ പിടിച്ചൊരു നേരത്തെ വിഫലതകളെല്ലാം തീർത്തു കൊടുത്തൊരു നേരത്തെ പൊങ്ങുന്നേ അവർ തങ്ങൾ തന്നുടെ കൈലികളെല്ലാം അറിയുന്നേ. അന്ന് നന്ദികളെല്ലാം ആശംസിച്ച് പിരിയുന്നേ. ഇന്ന് സമുദായത്തിനിടയിൽ വന്ന് സ്വത്ത കടലിൻ തീരായൊത്ത നികന്ത തീകാവെല്ലാവർക്കും സ്വന്തനമായി നിലനിന്നു. അന്ന് എല്ലാവർക്കും മാത്രമായി സ്ഥിതി ചെയ്തു. എന്നും ഉയരത്തിനുറവയായി തങ്ങളന്ന് ജോലിക്കുന്നു. തിങ്കളിൽ അലങ്കാർ ലങ്കും ലങ്കും പൊങ്കുമതങ്ങളെ ഒളിലങ്കും പൂമുഖം കണ്ടേ അന്ന് കേരള